ഹെബ്രായർ 12:14 വിശുദ്ധി കൂടാതെ ആർക്കും അത് നിങ്ങൾ എത്ര ചൊല്ലി പ്രാർത്ഥിച്ചാലും വിശുദ്ധി ഇല്ലാതെ ദൈവം ആരാധന എന്ന് പറയണത് എന്താ? റോമാ 12:1 അറിയാവോ? എന്താ ആരാധന? നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലി, ഇതാണ് വർഷിപ്പ്, ആരാധന. അങ്ങനെ ആരാധിക്കാൻ തുടങ്ങും. ബസ്സിൽ പോകുമ്പോഴും നമുക്ക് ഈശോയുള്ള ബന്ധമുണ്ട്, കാറിൽ പോകുമ്പോഴും ബന്ധമുണ്ട്, ട്രെയിനിൽ പോകുമ്പോൾ ബന്ധമുണ്ട്, കോളേജിൽ പോകുമ്പോൾ ബന്ധമുണ്ട്, അതുപോലെ ടൗണിൽ ചെന്നാലും ബന്ധമുണ്ട്. ഇപ്പം നമുക്ക് ബന്ധം ആകെ നിത്യാരാധന ചെല് വരുമ്പോൾ നമ്മളെല്ലാം കൊന്ത കയ്യിലോട്ടെടുക്കും. അതല്ല ആത്മീയ ബന്ധം. ആത്മീയ ബന്ധം എന്ന് പറഞ്ഞാൽ സദാ സമയത്ത് ദൈവവുമായുള്ള ബന്ധമാ. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയുള്ള വ്യക്തിക്കാണ് ബസ്സിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തെറ്റായ നോട്ടം വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, തെറ്റിപ്പോയി. ഒരു വാക്ക് ഭാര്യയോട് പറയുമ്പോൾ, ഭർത്താവിനോട് പറയുമ്പോൾ, മക്കളോട് പറയുമ്പോൾ പെട്ടെന്ന് പറയും. പക്ഷെ അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ വാക്ക് തെറ്റിപ്പോയി. അപ്പോഴാ സോറി പറയും. അപ്പോഴാ അധികാരികളോട് അനുസരിക്കുന്നത്. പരിശുദ്ധാത്മാ, ഞാൻ പറഞ്ഞത് വീഴത്തില്ലെന്ന് ഞാൻ പറയില്ല, അന്ത്യം വരെ വീണോണ്ടിരിക്കും. പക്ഷെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. എഴുന്നേൽപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, സ്വർഗം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അനുദപിക്കുന്ന പാപിയ. ഈ ബൈബിൾ കണ്ടതിൽ ഏറ്റവും വലിയ സാക്ഷ്യത അറിയോ? ഈ വിശുദ്ധ ബൈബിൾ കണ്ടതില് ഏറ്റവും വലിയ അത്ഭുതകരമായ മാനസാന്തരം അത് പാപിനിയായ സ്ത്രീയുടെയാണ്. ആ പാപിനിയായ സ്ത്രീ ഓർക്കണം, ഒരു കാലഘട്ടം മുഴുവൻ ശരീരം വിറ്റു നടന്നവളാ. അനേകം ചെറുപ്പക്കാരെ, യുവാക്കന്മാരെ പ്രായ വ്യത്യാസം കൂടാതെ നശിപ്പിച്ചവൾ. വ്യഭിചാര ഓസി 5:4 വ്യഭിചാര ദുർഭൂതത്തിന് അടിമപ്പെട്ടവൾ. 1 തെസ്സലോനിക്കർ 4:3 അശുദ്ധിയുള്ളവൾ. ജഡിക പാപത്തിന്, ജഡികാസക്തിക്ക്, പൈശാചിക, അതായത് ഈ ശരീരത്തിൽ മുഴുവൻ സെക്സിന്റെ ജഡികതയുടെ പ്രവണതയിൽ കഴിയുന്നവൾ. അവളെ പരസ്യമായി അറിയാമോ യഹൂദരെ പിടിച്ച് അവളെ കല്ലെറിയാൻ കൊണ്ടുവന്നതിന് ശേഷം ഈശോ ഒരിക്കല് അവളെ വിടുവിച്ചതിന് ശേഷം ഈശോ ശെമയോന്റെ ഭവനത്തിൽ, ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 39 വരെ വാക്യങ്ങളുണ്ട്. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 39. ഈശോ ശെമയോന്റെ ഭവനത്തിൽ വരുമ്പോൾ ആ പാവിനിയായ സ്ത്രീ എന്താ ചെയ്തെന്നറിയാമോ? അവൾ ഈശോയുടെ പാദത്തിനരികിൽ ഇരുന്നു. ഓർക്കണം, പാദത്തിനരികിൽ, തനിക്ക് വേണ്ടി മുറിക്കപ്പെടാൻ പോകുന്ന ഈശോയുടെ പാദത്തിനരികിൽ അവൾ ഇരുന്നു. എന്നിട്ട് അവളെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി ആ പാദത്തിലേക്ക് കണ്ണുനീര് വീണു. ഓർക്കണം, അവളുടെ കണ്ണുനീര് പാദത്തിലേക്ക് വീണിട്ട് അവളുടെ നീണ്ട മാദകത്വമുള്ള സുഗന്ധമുള്ള മുടി, അനേകം പുരുഷന്മാരെ ആകർഷിച്ച സുഗന്ധ കൂട്ടിട്ട ആ മുടി, അത് യേശുവിന്റെ പരിശുദ്ധമായ പാദത്തിൽ തുടച്ചു. എന്നിട്ട് അവൾ ചെയ്തറിയാമോ? ഈശോയുടെ പാദത്തിൽ അവൾ മാറി മാറി ചുംബിക്കുക. അനേകം ചെറുപ്പക്കാരും പുരുഷന്മാരും ജഡികഭാവം ചെയ്യാൻ വേണ്ടി രാത്രിയിൽ ചുംബിച്ച, മുഖം വെച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ അവൾ ചുംബിച്ചിട്ട് അവൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? അവൾ ഇതുവരെ വേശ്യാവൃത്തി കൊണ്ട് സമ്പാദിച്ച പണം കൊണ്ട് നർദ്ദിൻ സുഗന്ധദ്രവ്യം മേടിച്ച് അത് മുഴുവൻ ഗുരുവിന്റെ, അപ്പന്റെ, ഈശോയുടെ പാദത്തിൽ പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ കൂടെ ഇറങ്ങി തിരിച്ച മറിയമാണ് സഭ കണ്ട ഏറ്റവും വലിയ മാനസാന്തരം. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ പത്രോസ്ലീഹ പോലും കബറിടത്തിൽ പോയി, ഇവൾ ഒറ്റയ്ക്ക് പോയി. ഞാൻ നിങ്ങൾ പറയുന്നത് ഇതാണ്. നിങ്ങൾ പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മക്കളെ, ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി ജീവിക്കുക. നമുക്കൊരു ബലഹീനത വരുമ്പോൾ ഓടി വാ. നിത്യാരാധന ചാപ്പൽ നിങ്ങളെ ക്ഷണിക്കുക. നിത്യാരാധന ചാപ്പൽ ക്ഷണിക്കുക. ഏലിയാടെ ജീവിതത്തിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കൂടാരങ്ങളിൽ പോയി ഇരുന്നത് പോലെ നിത്യാരാധന ചാപ്പലിൽ, പരിശുദ്ധ കുർബാന ഇരിക്കുന്ന നിത്യാരാധന ചാപ്പലിൽ പോയി ഇരുന്നു കൊടുക്കണം. അവിടെ നമ്മുടെ ബലഹീനമായ ദുർബല അവസ്ഥകളിലേക്ക് കർത്താവിന്റെ കാന്തിക ശക്തിയാൽ, കർത്താവിന്റെ കൃപയാൽ, ആ നമ്മുടെ പാപത്തിന്റെ
പണങ്ങള്, പാപത്തിന്റെ ആസക്തികളെ മുഴുവൻ വലിച്ചെടുത്ത് നിർവീര്യമാക്കി വിശുദ്ധിയുള്ള വ്യക്തിയാക്കി നമ്മളെ പുതിയ വ്യക്തിയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരുണയുടെ ചാപ്പലുണ്ട്, നിത്യാരാധന ചാപ്പല്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ വീട്ടിലെ കാര്യം കർത്താവ് നടത്തിയിരിക്കും. കാരണം ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നയാളാ. ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് 25-ാമത്തെ വർഷമാണ്. ഈ വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യമാക്കി പറയുക, എൻ്റെ കർത്താവ്, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച 25 വർഷത്തെ ജീവിതമെടുത്താൽ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളാണ് ഞാൻ ചോദിക്കാതെ എൻ്റെ അപ്പം തന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ എനിക്കത് പറയാൻ പറ്റില്ല. എൻ്റെ അപ്പൻ അത്രമാത്രം പ്രവർത്തിക്കും. നിങ്ങൾ വേറൊന്നും വേണ്ട, അപ്പനെ സ്നേഹിച്ചാൽ മതി. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 6:33, ആദ്യം അവിടുത്തെ ആദ്യം അവിടുത്തെ, ബാക്കിയെല്ലാം കർത്താവ്. മക്കളെ, കഷ്ടതയുണ്ട്, വേദനയുണ്ട്, സഹനമുണ്ട്, അപ്പനെ വിടാതെ അങ്ങ് പിടിച്ചോ, അപ്പം നടത്തിയിരിക്കും. മനുഷ്യൻ പറയുന്നത് പോലല്ല, പൊളിറ്റിക്കൽ പാർട്ടി പറയുന്നത് പോലെയല്ല, ആരും വൈദികരോ സിസ്റ്റേഴ്സോ അൽമായരോ ധ്യാന ഗുരുക്കന്മാരോ പറയുന്നത് പോലെയല്ല. വാക്ക് മാറാത്തൊരപ്പനുണ്ട്, വാക്ക് മാറിയിട്ടില്ല. അവൻ ഇന്ന് വരെ പറഞ്ഞത്, അവൻ അടച്ചാൽ ആർക്കും തുടയ്ക്കാൻ പറ്റില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. വെളിപാട് 3:7-8 അറിയാമോ? അടച്ചാൽ അവൻ തുറന്നിരിക്കും. മഞ്ഞാക്കരച്ചനെ പലരും അടയ്ക്കാൻ നോക്കി, പക്ഷെ കർത്താവ് ലോകത്തിൽ തുറന്നു. അടയ്ക്കാൻ പറ്റില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ കർത്താവ് നടത്തിയിരിക്കും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. അത് സ്വാർത്ഥത വെക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കൊന്ത ചെല്ലുന്നത്, കർണക്കൊന്ത ചെല്ലുന്നത്, വിശ്വാസ പ്രമാണം ചെല്ലുന്നത്, സ്വന്തം അത് ചെയ്യുന്ന തെറ്റല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാകരുത്. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ, ഒരു ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഒരു ഉയർപ്പ് ഞായറാഴ്ച ഉണ്ടെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഇടപെട്ടിരിക്കും. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അടുത്തൊരു മേഖലയിലേക്ക് വരുന്നത്, 3 മേഖലകളിലാണ് നമ്മൾ കെട്ടപ്പെട്ടു പോകും. 3 മേഖലകളിൽ നമ്മൾ ചിലപ്പോൾ കെട്ടപ്പെടും. ചില രോഗം ഉണ്ടാകുന്നതിന് പിന്നിൽ 3 കാര്യങ്ങൾ ബൈബിൾ പഠിപ്പിക്കുക. ഒന്ന്, മത്തായി സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 മുതൽ വാക്യങ്ങളും, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. പാപം വഴി ശാപം കടന്നു വരാം, പാപം വഴി ചില രോഗം കടന്നു വരാം. അതായത് ഈശോ മിശിഹായുടെ അടുത്തേക്ക് തളർവാദ രോഗി എടുത്തുകൊണ്ട് വരുമ്പോൾ ഈശോ അവൻ്റെ പാപമാണ് മോചിക്കുന്നത്. പാപം മോചിച്ച ഉടനെ അവൻ്റെ തളർവാദ രോഗം വിട്ടുപോയി. ശ്രദ്ധിക്കണം, ചില രോഗത്തിനും ചില തകർച്ചയ്ക്കും ചില ബന്ധനത്തിനും കാരണം പാപമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ബ്രദർ പറയാൻ തെറ്റിദ്ധരിക്കരുത്. എവിടെ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ അവിടെ സാത്താൻ കയറി വരും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ല. ആ ഒരു കൽപ്പനയിൽ എവിടെ കോംപ്രമൈസ്? അത് വൈദികര് കോംപ്രമൈസ് ചെയ്താൽ, സിസ്റ്റേഴ്സ് കോംപ്രമൈസ് ചെയ്താൽ, രൂപത കോംപ്രമൈസ് ചെയ്താൽ, കുടുംബം കോംപ്രമൈസ് ചെയ്താൽ, ആ രൂപത ഡയസസ് സാത്താനായി പോകും. ഓപ്പണായിട്ട് ബ്രദർ പറയുന്നു, 1-ാം പ്രമാണ ലംഘനം എവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ സഭ തകർന്നിട്ടുണ്ട്. ക്ഷമിക്കണം, 1-ാം പ്രമാണ ലംഘനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. 6-ാം പ്രമാണമല്ല, 5-ാം പ്രമാണം. നമ്മൾ ബാക്കി എല്ലാ പ്രമാണത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ വിഷമം തോന്നരുത്. ബാക്കി വ്യഭിചാരം, മാതാവുള്ള ബന്ധം, അതൊക്കെ പ്രധാനം. പക്ഷേ നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവമോ ദേവനോ ആരാധന രീതിയോ നിനക്കുണ്ടാകരുത്. പ്രൈസലോ, ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ചെയ്താൽ അത് ഈശോയ്ക്ക് ഏറ്റവും വലിയ വേദനയാണ്. ഇസ്രായേൽ ജനത്തെ തകർത്തത്, ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ തകർത്ത 2 പാപമാണ്. 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണം. അത് എവിടെ ലംഘിക്കുന്നുണ്ടോ അവിടെ സാത്താൻ കയറി വരുമെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീടുകളിൽ ഒരു കാരണവശാലും
ഒന്നാം പ്രമാണം ലംഘിക്കരുത്. നമ്മുടെ കോൺവെന്റ് ലംഘിക്കരുത്, നമ്മുടെ കൂട്ടായ്മയെ ലംഘിക്കരുത്, നമ്മുടെ സ്ഥാപനങ്ങളിൽ ലംഘിക്കരുത്. അത് സാത്താൻ അടിമപ്പെട്ടു. ക്ഷമിക്കണം, ഞാനിത് പറയുന്നു. ഇന്ന് പലയിടത്തും അറിഞ്ഞും അറിയാതെയും ഈ ഒന്നാം പ്രമാണം ലംഘിക്കുന്നുണ്ട്. ഞാൻ ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാം പ്രമാണം, നിങ്ങൾ ചോദിച്ച ഡെലിവറൻസ് ചെയ്യുന്ന, എക്സോസിസം ചെയ്യുന്ന, പിശാചിനെ പുറത്താക്കുന്ന നിങ്ങൾ വൈദികരോട് ചോദിക്ക്, അവർ തല പോയാൽ ഒന്നാം പ്രമാണം ലംഘിക്കാൻ പറയില്ല. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ അവരെ വിട്ടാരെ. കത്തോലിക്ക സഭയിലെ വിശുദ്ധരെ എടുത്ത് പഠിച്ച്. ജർമ്മനിയുടെ മധ്യസ്ഥന ബോണിഫസ്. ആ ബോണിഫസ് എന്ന് പറയുന്ന വിശുദ്ധന്റെ കയ്യിൽ ഒരു മഴുവുണ്ട്. ഈ വിശുദ്ധരുടെ കയ്യിൽ ചില ആയുധം തന്നിരിക്കുന്നത് വെട്ടിക്കൊല്ലാനല്ല, അവരെ വധിച്ചതും അവരുപയോഗിച്ച ചില ആയുധങ്ങളാണ്. ബോണിഫസ് എന്ന് പറഞ്ഞ മെത്രാൻ ആ ദേശത്ത് വിജാതീയര് മരത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ, കത്തോലിക്കര് പോയി മരത്തെ പൂജിക്കുന്ന കണ്ടപ്പോൾ ബോണിഫസിനുള്ളിൽ വികാരം ജ്വലിച്ചു കയറി അദ്ദേഹം മഴുവെടുത്ത് ആ മരം വെട്ടി നശിപ്പിച്ചു. ദൈവമക്കളെ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. യേശു ഏക രക്ഷകനെന്ന് പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിലാണ് അത്ഭുതം സംഭവിച്ചത്. അറിയോ, യേശു മാത്രമാണ് ഏക സത്യ ദൈവം. അതിനകത്ത് ആര് കോംപ്രമൈസ് ചെയ്തോ അവിടെ അഭിഷേകം നഷ്ടപ്പെടും. ഈശോ മാത്രമാണ് ഏക സത്യ ദൈവം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ പാപം ചെയ്യുന്നുണ്ടോ അവിടെ സാത്താൻ എൻട്രി വരും. ഹല്ലേലൂയ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ പറയുന്ന പാപത്തിന്റെ മേൽ ഒരു കോംപ്രമൈസ്, നമ്മൾ അറിയാതെ വീഴ്ച വരുത്താം, പക്ഷേ മനഃപൂർവ്വം ഒരു പാപം ചെയ്യരുത്. പ്രത്യേകിച്ച് ഒന്നാം പ്രമാണ ലംഘനം. ഞാനിത് ചുമ്മാ പറയണതല്ല. ഈ പ്രമാണം ലംഘിച്ചാൽ സാത്താൻ കയറി വരും. 100% ഉറപ്പാണ്. ദൈവമക്കൾ 100 കണക്കിന് സാക്ഷ്യം പറയാം. അതുകൊണ്ട് പാപം നിങ്ങൾ ശ്രദ്ധിക്കണം. പാപം ചെയ്താൽ സാത്താൻ എൻട്രി ചെയ്യും. അതുകൊണ്ടാണ് ഈശോ ആദ്യം ഇവനോട് ചെയ്ത് തടവാത രോഗിയുടെ എന്താ ചെയ്ത്? രോഗശാന്തി. അതാണ് രോഗശാന്തി ശുശ്രൂഷ അല്ല ചെയ്ത്. എന്താ ചെയ്ത് പറഞ്ഞു? ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ധ്യാനങ്ങളിൽ, കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ഇത്ര അത്ഭുതം നടക്കുന്ന കാരണം 1-ാം ദിവസം അല്ല, 2-ാം ദിവസം അല്ല. നന്നായിട്ട് പാപത്തെക്കുറിച്ച് 1 മുതൽ 10 പ്രമാണം വരെയും തിരുസഭയുടെ കൽപ്പനയും മൂലപാപങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്ത് അനുതാപത്തിലേക്ക് നയിച്ച് ജനത്തെ കുമ്പസാരിപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം അന്ന് രാത്രി നടക്കുന്ന ആരാധനയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ സൗഖ്യപ്പെട്ടത്. ആണോ? നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ, അണക്കരയിൽ, അട്ടപ്പാടിയിൽ, ഡാനിയൽ അച്ഛൻ്റെ അവിടെ, നിങ്ങൾ ഏത് സെന്ററിൽ നോക്കിക്കോ, ആദ്യത്തെ 2 ദിവസം ധ്യാനിപ്പിക്കുന്ന പ്രയാസ. എന്നാൽ കുംഭസാരത്തിന് ശേഷം നടക്കുന്ന ആന്തരിക സൗഖ്യ ആരാധന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. തളർന്നവർ എഴുന്നേറ്റ് പോകുന്നത്, ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെടുന്നത്, മിറക്കിൾസ്, വീടിന്റെ കെട്ടഴിയുന്നത് എന്ന് വെച്ചാൽ പാപത്തിന്റെ കെട്ടഴിയുമ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ പാപത്തിന്റെ ഫലമായി രോഗങ്ങൾ ഉണ്ടാകാം, തകർച്ച ഉണ്ടാകാം. തുറന്നു ഉപസാരിക്കാം. ഞാൻ ചോദിച്ചിട്ട് കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? അനുഗ്രഹം കിട്ടത്തില്ല. അനുഗ്രഹം തരാൻ ദൈവം റെഡിയാ, പക്ഷെ കുടം കമത്തി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ലോക ചരിത്രത്തിൽ ചീഞ്ഞെളിഞ്ഞ് മണം വെച്ച ലാസറിനെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മണം വെച്ചിരുന്ന ലാസറോട് പറയാ, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ കർത്താവിന് ശക്തി ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പുനരുത്ഥാന ശക്തി വന്ന് ചീഞ്ഞെളിഞ്ഞ് മണം അങ്ങോട്ട് വെച്ച് പുഴുവരിക്കാൻ തുടങ്ങിയ ലാസറിൽ പുനരുത്ഥാന ശക്തി വന്ന് ബലത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ ഈശോ 2 കാര്യം പറഞ്ഞു. ഒന്നവന്റെ കെട്ടഴിക്കണം. കെട്ട് ഈശോ അല്ല അഴിക്കണം, നീ അഴിക്കണം. 2-ാമത്തെ കാര്യം എന്താ പറഞ്ഞത്? കല്ല്. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കണ ഈ കാരിസ്മോൺ കൺവെൻഷൻ ഓൺലൈനിലും യൂട്യൂബിലും അല്ലാതെയും ഈ കൺവെൻഷൻ കഴിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരും ചോദിക്കട്ടെ, ഈശോയ്ക്ക് മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവപുത്രന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം, നിങ്ങളുടെ പ്രശ്നത്തിന് കെട്ടഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മേൽ ദൈവം ഇടപെടാം. പക്ഷേ ആ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിന്റെ കെട്ട് ഹല്ലേലൂയ. ആ കെട്ടഴിക്കുന്ന പരിപാടി ആരാ? നമ്മുടെയാ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ദൈവം റെഡിയാ. പാപത്തിന്റെ കെട്ടിരിക്കുമ്പോൾ ദൈവാനുഗ്രഹം വരില്ല.
കരിസ്മാറ്റിക് ധ്യാനം കേരള സഭയിൽ തന്നത് രോഗശാന്തി ഉണ്ടാകാത്തല്ല, കുറച്ചുപേരെ വിദേശത്ത് വിടാനല്ല, പാപത്തിന്റെ കെട്ടഴിക്കാൻ സ്വർഗം തെരഞ്ഞെടുത്ത് തന്നതാ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ. ഹല്ലേലൂയ പറഞ്ഞേ. രണ്ടാമത്തെ മേഖല പെട്ടെന്ന് പോ. രണ്ടാമത്തെ മേഖല പിശാചിന്റെ ആധിപത്യം വഴി, പിശാചിന്റെ ആക്രമണം വഴി അതുണ്ടാവും. ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ. അതാണ് ലൂക്കാ സുവിശേഷം 13-ാം അധ്യായത്തിൽ സിനഗോഗിൽ പതിവുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 18 വർഷമായി കൂന് പിടിച്ചൊരു സ്ത്രീ അവിടെ സിനഗോഗിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈശോ അവളെ ശ്രദ്ധിച്ചു. അവളെ രോഗത്തിന് കാരണം എന്താ? അശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില സാത്താന്റെ ആക്രമണം വഴി രോഗമുണ്ടാകും. എനിക്കറിയാം അങ്ങനെയുള്ളവർ ചിലർക്ക് വേണ്ടി ഡെലിവറൻസ് പ്രാർത്ഥന നടത്തിക്കുമ്പോൾ അത്ഭുത വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് 100 കണക്കിന് സാക്ഷി അറിയാം. ദൈവമക്കളെ, അതുകൊണ്ടാണ് സാത്താന്റെ ആക്രമണ വീടുകളിൽ അന്നവളം തളിക്കണം, പ്രാർത്ഥിക്കണം, വിശ്വാസ പ്രമാണം ചെല്ലണം, സഭയുടെ ഒഫീഷ്യൽ പ്രാർത്ഥന ചെല്ലണം, സെന്റ് മൈക്കിളിന്റെ പ്രാർത്ഥന ചെല്ലണം, വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. അവിടെ ഡെലിവറൻസ് സംഭവിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പാപത്തിന്റെ ഫലമായി തകർച്ചയുണ്ടാവും. സാത്താന്റെ ആക്രമണം വഴി സാത്താൻ ആവസിക്കുന്ന സ്ഥലങ്ങളിൽ, സാത്താൻ പോസസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, സാത്താൻ ആവസിക്കുന്ന വീടുകളിൽ അവിടെ ഡെലിവറൻസ് പ്രാർത്ഥനകൾ, എക്സോസിസ്റ്റ് പ്രയറുകൾ സഭ ചെയ്യണം. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഈശോയ്ക്ക് അറിയാം 18 വർഷമായി ഈ വ്യക്തിയുടെ രോഗത്തിന് കാരണം എന്നാ. അതുകൊണ്ടാണ് ധ്യാനത്തിനിടയ്ക്ക് എക്സോസിസം പ്രയർ, ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുമ്പോൾ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നത്. നിങ്ങൾ അച്ഛന്മാരിടയ്ക്ക് അന്നമ്മളം തെളിക്കുന്നത് എന്തിനാ? ഡെലിവറൻസ്. വിശുദ്ധ കുരിശിന്റെ, ഞാൻ വിജിലച്ചന്റെ ഒരു ടോക്ക് കഴിഞ്ഞ ദിവസം കിടക്കുന്നുണ്ട്, വിശുദ്ധ ബെനഡിക്റ്റിന്റെ കുരിശിനെ കുറിച്ച്. ഇത് നിസ്സാരമല്ല. പ്രാർത്ഥനകള് ചെല്ലണം, ഡെലിവറൻസ് ചെല്ലണം. ചില പ്രാർത്ഥനകൾ, ചില ബന്ധനം നമുക്ക് കഴിക്കാൻ പറ്റില്ല. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അവരെ കെട്ടടിഞ്ഞു. എന്നാൽ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ സഭയുടെ തലവനായ ആദ്യത്തെ മാർപ്പാപ്പയെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ മാർപ്പാപ്പ തനിക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്, മാർപ്പാപ്പയ്ക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിച്ചപ്പോൾ മാർപ്പാപ്പയുടെ ചങ്ങല അഴിഞ്ഞു മാറി. ചില കെട്ടുകൾ നമുക്കഴിക്കാൻ പറ്റും, ചില കെട്ടുകൾ എനിക്ക് എൻ്റെ കെട്ടഴിക്കാൻ പറ്റും. ചില കെട്ട് ഞാൻ വൈദികരെടുത്ത് പോകണം. ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അവരുടെ കൈവപ്പ് വഴി എൻ്റെ കെട്ടഴിയും. 2 വിധത്തിലുണ്ട്. ചില കെട്ട് നമുക്ക് പ്രാർത്ഥിച്ചാൽ അഴിക്കാൻ പറ്റും, ചില നമുക്ക്, അത് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്ന. പൗലോസും ശീലാസും അപ്പസ്തോല പ്രവർത്തനങ്ങൾ അല്ലെ 16-ാം അധ്യായത്തിൽ ആരാധിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു മാറി. പക്ഷെ ചില കെട്ട് നമുക്ക് അഴിക്കാൻ പറ്റില്ല. ചില കെട്ട് നമ്മൾ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. അതിനായി ഇങ്ങനെയുള്ള സെന്ററുകളൊക്കെ, ആരാധന കൂട്ടായ്മകളൊക്കെ, പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. പിശാചിന്റെ ആക്രമണം വഴി 3-ാമത്തെ കാര്യമുണ്ട്. ദൈവം അനുവദിച്ച ചില രോഗങ്ങളുണ്ട്. അതാണ് അൽഫോൻസാമ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലുണ്ട്. ഇവൻ അന്ധനായി ജനിച്ചത് ഇവനെ ഇവന്റെ മാതാപിതാക്കളെ തെറ്റുകൊണ്ടാണോ? ഈശോ പറഞ്ഞു അല്ല, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. ചില വിശുദ്ധാത്മാക്കൾക്ക് ദൈവം രോഗം അനുവദിക്കും, സഹനം അനുവദിക്കും. ആ വിശുദ്ധര് വഴി സഭ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല പാപച്ചങ്ങലകളും അഴിച്ചു മാറ്റണം. ദൈവമേ, അങ്ങേ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുത്. വാക്കുകൊണ്ടും വേദന കൊണ്ടും സങ്കടവേളയിൽ എൻ്റെ വാക്ക് പ്രവൃത്തി കൊണ്ടും അങ്ങേ ഇനി കുരിശിലേറ്റാൽ എന്നെ അനുവദിക്കരുത്. പകരം അസീസിലെ ഫ്രാൻസിസ് താങ്ങിയതുപോലെ, അൽഫോൻസാമ താങ്ങിയതുപോലെ, വിശുദ്ധര് താങ്ങിയതുപോലെ, വേറോനിക്ക തിരുമുഖം തുടച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പാപം ചെയ്യാതെ പരിഹാരം ചെയ്ത് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മാരക പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിത്യാരാധന ചാപ്പലിരുന്ന് മുട്ടിന്മേൽ നിന്ന് പരിഹാരം ചെയ്യുന്ന ദൈവമക്കളുണ്ടോ എന്ന് സ്വർഗം നോക്കുക. ഹല്ലേലൂയ പറഞ്ഞേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജഡികപാപം കൂടുമ്പോൾ ജഡികപാപം ചെയ്യുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുക.
മദ്യപാനം കൂടുമ്പോൾ മദ്യപാനിപ്പിക്കുന്നവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. ചാപ്പലുകളിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ അവർക്ക് വേണ്ടി കരയുന്നു, അബോർഷന് വേണ്ടി കരയുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടോ എന്ന് കർത്താവ് ഉറ്റു നോക്കുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഭൗതിക അനുഗ്രഹം മാത്രമല്ല ദൈവാനുഗ്രഹം. അത് സ്വർഗത്തിൽ പോകാൻ ഭൗതിക അനുഗ്രഹം കൊണ്ട് പോകില്ല. തെറ്റിദ്ധരിക്കരുത്, ക്ഷമിക്കണം. ഭൗതിക അനുഗ്രഹം കൊണ്ട് ആരും സ്വർഗത്തിൽ പോയിട്ടില്ലെന്നേ. അത് തെറ്റല്ല. കിട്ടണം, വേണം, വീട് വേണം, കാറ് വേണം, ജോലി വേണം, സമ്പത്ത് വേണം, മക്കൾ വേണം, ഡോക്ടർ ആകണം, കടഭാരം മാറണം. പക്ഷെ അതൊക്കെ മാറിയാലും സ്വർഗത്തിൽ പോകണമെന്ന് ഉറപ്പില്ല. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടി വെക്കണം. അതിനുവേണ്ടി ആ വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. ഓപ്പണായി കുമ്പസാരിക്കുക, പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി സക്കേവൂസിനെ പോലെ, അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീയെ പോലെ, വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ പോലെ, അസീസിലെ ഫ്രാൻസിസിനെ പോലെ, മഗ്ദല മറിയത്തെ പോലെ, അല്ലെങ്കിൽ ഈജിപ്തിലെ മറിയത്തെ പോലെ, അല്ലെങ്കിൽ വിശുദ്ധ കൊളംബസിനെ പോലെ ലോകത്ത് ജീവിച്ച അനേക വിശുദ്ധാത്മാക്കൾ, പാപത്തിൽ ജീവിച്ചവർ പിന്നീട് സഭയിൽ അറിയപ്പെട്ട വിശുദ്ധരായി മാറിയതുപോലെ, കർത്താവേ എന്നെ ഒരു വിശുദ്ധനാക്കണമേ, എന്നെ ഒരു വിശുദ്ധയാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതി പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാ. വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതി ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി ചാപ്പലി കൊച്ചിലെ പടത്തി ചെയ്യുന്നതിന് മുമ്പ് ചാപ്പലിൽ പോയിരിക്കും. അപ്പൊ ആൾക്കാർ ചോദിക്കുക, എന്തിനാ കൊച്ചുത്രസ്യ ലിറ്റിൽ ഫ്ലവറെ നീ ഇടയ്ക്കിടയ്ക്ക് ചാപ്പലിൽ പോകുന്നത്? അവള് പറഞ്ഞൊരൊറ്റ വാക്കുണ്ട്, ആ ചാപ്പലിൽ ഉണ്ണീശോ ഒറ്റയ്ക്കാ. ഉണ്ണീശോ ഒറ്റയ്ക്കാ. ഉണ്ണീശോയെ ആശ്വസിപ്പിക്കാൻ ആളുണ്ടോ? ഉണ്ണീശോയെ ആശ്വസിപ്പിക്കാൻ ആളുണ്ടോ? പാപം മൂലം ലോകം നശിക്കുമ്പോൾ ആ ഉണ്ണീശോയെ സക്രാരിയെടുത്ത് ആശ്വസിപ്പിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടോ? വൈദികരുണ്ടോ? അൽമായരുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ എന്ന് പരിശുദ്ധി അമ്മ ഉറ്റു നോക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ പറയാം, പാപം നമ്മുടെ കഴിവുകൊണ്ട് മാറില്ല. പാപം മായ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ പറ്റും. ഈ ദിവസങ്ങളിൽ ഏത് പാപത്താലാണോ നമ്മൾ വീണു പോകുന്നത്, ആ പാപത്തിന്റെ മേൽ ദൈവകൃപ വരണം. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ അതായത് മനുഷ്യനിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് കൃപ എന്ന് പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ചേർന്ന് പറഞ്ഞ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കൃപയാ. സഹിക്കുക എന്ന് പറഞ്ഞാൽ കൃപയാ. പ്രൈസ്. സ്തെഫാനോസിൽ ലഭിച്ചത് കൃപയാ. എല്ലാവരും ജഡിക പാപത്തിൽ പോകുമ്പോൾ പ്രേമിക്കാതെ നിൽക്കുന്നത് കൃപയാ. മദ്യപിക്കാതെ നിൽക്കുന്ന കൃപയാ. പുകവലിക്കാതെ നിൽക്കുന്നത് കൃപയാ. അശുദ്ധ വീഡിയോ കാണാതിരിക്കുന്ന കൃപയാ. ക്ഷമിക്കുന്നത് കൃപയാ. കുർബാനയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുന്ന കൃപയാ. ബൈബിള് വായിക്കുന്ന കൃപയാ. വൈദികരെ സ്നേഹിക്കുന്ന കൃപയാ. ഈ കൃപയാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവേ പാപത്തിന്റെ മേൽ എനിക്കൊരു കൃപ തരണം. പാപത്തിന്റെ മേലൊരു കൃപ തരണമേ എന്ന് ആഗ്രഹിക്കണം. ആഗ്രഹിച്ച കിട്ടുമോ? എഫെസസ് 3:20 പറയാ, നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറം ചെയ്തു തരാൻ കഴിവുള്ളവരാണ് പരിശുദ്ധാത്മാവ്.